നമ്മൾ മീന് കഴിഞ്ഞ് മീഡിയം കഴിഞ്ഞ് ഇനിയിപ്പോൾ മോഡാണ്. മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മീനിനെ പറഞ്ഞത് ആവറേജ് എന്നാണ്, മീഡിയനെ പറഞ്ഞത് സെൻട്രൽ ടൈം എന്നാണ്. മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിന് നമുക്ക് മോഡെന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ഈ ഒരു ഡാറ്റ ഇവിടെ എഴുതുവാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 4 ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഇതിന്റെ മോഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. അതായിരിക്കും മോഡായിട്ട് വരുന്നത്. ഇത് ഒന്നാമത്തെ ടൈപ്പ്. ഇങ്ങനെ കുറച്ച് ഡാറ്റാസ് തരും, അതിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പറും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നുള്ള നോക്കുക. അതിനുശേഷം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഇതൊരു ടേബിളായിട്ട് തരുമ്പോഴും നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 5 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 7 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 8 ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് 4 പ്രാവശ്യമാണ്. അത് ഏത് നമ്പറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ്. സോ 3 ആയിരിക്കും ഇവിടുത്തെ മോഡായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ടൈപ്പിൽ മാത്രമേ പ്രശ്നമായിട്ട് വരുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരുന്നത് അതായത് നമ്പേഴ്സിന്റെ ഒരു എന്താ പറയുക റേഞ്ച് ആയിട്ടാണ് വരുന്നത്. 0 തൊട്ട് 10 വരെ 3 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 0 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഏതോ ഒന്ന് 3 വരെ റിപ്പീറ്റ് ചെയ്യുന്നു. 10 തൊട്ട് 20 വരെയുള്ളതിനെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. 20 തൊട്ട് 30 വരെയുള്ളത് 4 പ്രാവശ്യം, 30 തൊട്ട് 40 വരെയുള്ള 5 പ്രാവശ്യം, 40 തൊട്ട് 50 വരെയുള്ള 3 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു ടേബിളിൽ ഈ ഒരു 30 തൊട്ട് 40 വരെയുള്ള റേഞ്ചാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി അതിൽ ഏത് നമ്പറാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനത്തെ റേഞ്ച് വരുന്ന ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ L plus f1 minus f0 divided by 2 into f1 minus f0 f2 into h. ഇനി f1 f0 f2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. f1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് അതേതാണ്? ഈ ഒരു സീരീസാണ്. ഇതാണ് f1. ഇതിന് തൊട്ട് മുമ്പുള്ളത്, ഇതിന് തൊട്ട് മുകളിലുള്ളത് അത് f0. ഇതിന് ശേഷമുള്ളത് f2. ഇതാണ് f1 f0 f2. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അസെൻഡിങ് ഓർഡർ ആയിരിക്കും എഴുതേണ്ടത്. അത് ശ്രദ്ധിച്ച് വെച്ചേക്കണം. ഇനി നമുക്കുള്ളത് L ഉണ്ട്, H ഉണ്ട്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ f1 കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ 30 to 40, അതിൽ ഏറ്റവും ചെറിയ നമ്പർ 30. ഇനി f1ന്റെ വാല്യൂ 5 ആണെന്നറിയാം, f2ന്റെ വാല്യൂ f0ന്റെ വാല്യൂ 4 ആണ്. 2f1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വരും. f0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4, f2 3. ഇനി h എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് എത്ര ഗ്യാപ്പാണുള്ളത്, 10ന്റെ ഗ്യാപ്പാണുള്ളത്. സോ ഫൈനൽ ആൻസർ 30 പ്ലസ് 10. ഇവിടെയാണെങ്കിൽ 10 നിന്ന് 7 പോയി, 10 7 3, 30 പ്ലസ് 10/3 33.33 ആയിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.